പ്രൈസ് ലോർഡ്. ചില ദൈവിക വാഗ്ദത്തങ്ങളുണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയുന്നത്. എന്നാൽ ദൈവം നമ്മളെ ഉരുവാക്കുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുക ദൈവത്തിൻ്റെ കരത്തിൽ. എൻ്റെ ജീവിതത്തിന് ഒരു അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അടൂര് ഒരു കൺവെൻഷന് പോയി. സിസ്റ്റർ അന്ന കണ്ടത്തിലാണ് അന്ന് മെസ്സേജ് പറയുന്നത്. ഇന്നും സിസ്റ്റർ അന്ന കണ്ടത്തിൽ ആ സ്റ്റേജിൽ കൂടെ വൈറ്റ് സാരി ഉടുത്ത് നടന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആ ഒരു ഇമേജ് ഇന്നും എൻ്റെ മനസ്സിനകത്തുണ്ട്. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. ഞങ്ങൾ ആ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ ഡാഡി പറഞ്ഞു, അമ്മച്ചോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സിസ്റ്റർ കെസിയെ വലുതാവുമ്പോൾ ഇതുപോലെ പ്രസംഗിക്കും ഒന്നൊരു ജസ്റ്റ് വെറുതെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിനകത്ത് വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്കതിന് സാധിക്കത്തില്ല, എന്തുകൊണ്ട് ഡാഡി എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല, എനിക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അന്ന് ആ സിസ്റ്റർ എന്നെ കണ്ടത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ വന്നൊരാഗ്രഹം, എനിക്കും ഇതുപോലെ നടന്നുകൊണ്ട് പ്രസംഗിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അതിനെപ്പറ്റി പ്രാർത്ഥിച്ചിട്ടില്ല, പിന്നീട് ഞാൻ അതിനെപ്പറ്റി ഓർത്തിട്ട് ഒന്നുമില്ല. ഞാനൊരു 7th സ്റ്റാൻഡേർഡ് തൊട്ടാണ് പൂർണ്ണമായിട്ട് ഒരു പേഴ്സണൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഞാൻ പോകുന്ന ക്യാമ്പുകൾക്കകത്ത് ഞാൻ ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഒത്തിരി അധികം സംസാരിക്കാത്തൊരു ക്യാരക്ടറായിരുന്നു. ഇന്നും അത്രയും ഒരുപാട് സംസാരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിൽ പോലും ദൈവം എന്നെ ഒത്തിരി മോൾഡ് ചെയ്തു, ഒത്തിരി മാറ്റിയെടുത്തു. ഒരുപാട് കഷ്ടതയ്ക്കകത്തൂടെയും തോൽവിക്കകത്തൂടെയൊക്കെ കൊണ്ടുവന്ന് കർത്താവിനെ ഒത്തിരി മാറ്റിയെടുത്തു. സ്റ്റേജ് ഫിയർ മാറ്റി ദൈവനെ പണിതു, ദൈവനെ സംസാരിക്കാൻ പ്രാപ്തിയാക്കി തീർത്തു. എല്ലാം ദൈവത്തിൻ്റെ മഹത്വമാണ്. ഞാൻ അങ്ങനെ ഓരോ സൺഡേ സ്കൂളിനകത്ത് പോകുമ്പോഴും ഞാൻ മിഷണറിമാരുടെ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് എനിക്ക് കർത്താവിന് വേണ്ടി ഒന്നും കൂടെ ആ ഒരു കുഞ്ഞുനാളിൽ കേട്ട അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ആ ഒരു കാര്യം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്കും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്കും രക്തസാക്ഷിയാകണം, എനിക്കും കർത്താവിന് വേണ്ടി സംസാരിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിനകത്ത് കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ അങ്ങനെ ഓരോ ക്യാമ്പിനകത്തും കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ സമർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞുങ്ങൾ എഴുന്നേക്കാൻ പറയുമ്പോൾ എനിക്ക് മടിയാണ്, എനിക്ക് ആഗ്രഹമുണ്ട് എഴുന്നേറ്റ് നിന്ന് സമർപ്പിക്കണമെന്ന് ഭയങ്കര ആവേശം, ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഞാൻ അഭിഷേകം പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പം നാണക്കേടാം ഞാൻ എന്നാലും ഞാൻ എഴുന്നേറ്റിരിക്കും. ഞാൻ അപ്പുറം ഇപ്പുറവും പുറകോട്ടൊന്നും നോക്കത്തില്ല. ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ കൂട്ടിന് എഴുന്നേറ്റിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് നോക്കാൻ മടിയാണ്. അത്രയും ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എഴുന്നേറ്റ് ഇന്ന് സമർപ്പിക്കും. പക്ഷെ ദൈവത്തിന് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണെന്നോ ഒന്നും എനിക്കൊരു ഉറപ്പൊന്നുമില്ല. എങ്കിലും എൻ്റെ മനസ്സിലെ ആവേശം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് ഇന്ന് സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്തും ആ ഒരു ടൈം പീരീഡ് +2 ഒക്കെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ എല്ലാ ദിവസങ്ങളിലും കർത്താവെ എനിക്ക് ജോലിയോടുകൂടെ മിനിസ്റ്റർ ചെയ്യുന്നതായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഒത്തിരി പേര് ദേവദാസന്മാർ അങ്ങനെ വാഗ്ദത്തവും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഇന്ന് മറ്റുള്ളവർ നമ്മളുടെ പോരായ്മകളും അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയുടെ കൂടുതലും ഒക്കെ നോക്കിയാണ് നമ്മളെ വാല്യൂ ചെയ്യുന്നത്. പക്ഷേ ദൈവം ഒരു മനുഷ്യനെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ഒരുവന് ദൈവം ഒരു അടുത്ത ഒരു രാജ്യത്തെ ഒരു പൊസിഷനിൽ ദൈവമാക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അതിന് എത്ര സാഹചര്യം പ്രതികൂലമായാലും അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ മിടുക്കോ കഴിവോ പ്രാപ്തിയോ വലിയ സർട്ടിഫിക്കറ്റ്സോ ഒന്നും നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ദൈവത്തിന് പദ്ധതിയുള്ളവനെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവിടെ എത്തിക്കുവാൻ തക്കോണം ഇടയെത്തിരും. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേണ്ടി സമർപ്പിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് സാക്ഷി, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ആഫ്റ്റർ മാരേജ് ഞങ്ങൾ സെമിനാരിയിലേക്ക് കടന്നു വന്നു. അച്ചാച്ച സെമിനാരി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കടന്നു വന്നു. അവിടെ പക്ഷേ ഞാൻ ഒതുങ്ങിപ്പോയൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിനകത്ത്. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റേഷൻ കർത്താവിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടാമെന്നുള്ള പക്ഷേ ആ ഒരു ടൈം പീരീഡ് കുറച്ച് വർഷങ്ങൾ ഞാൻ ഒരു പടി കൂടെ ഒരുപാട് അനുഭവത്തിലൂടെ ദൈവം എന്നെ കടത്തി വെച്ചു. ഒത്തിരി വേദന, ഒത്തിരി കഷ്ടത, ഒത്തിരി നിന്ന, ഒത്തിരി ഒറ്റപ്പെടൽ, ഒത്തിരി ശൂന്യത, ഒത്തിരി അപവാദങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷെ അവിടെയും ഞാൻ അതിനകത്ത് ഡെസ്പായി പോകാനല്ല, അല്ലെങ്കിൽ എൻ്റെ ശത്രുവിന് ഞാനൊന്ന് കരഞ്ഞു കാണണമെന്ന് ആഗ്രഹം. പക്ഷേ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല, അതിനേക്കാട്ടിലുപരിയായിട്ട് ഞാൻ ഒന്നുകൂടെ സ്ട്രോങ് ആകാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവം എന്നെ മോൾഡ് ചെയ്തുകൊണ്ടേയിരുന്നു. മറ്റുള്ളവർ കാണുകെ എന്നിലെ ബലഹീനത, പക്ഷേ ദൈവം എന്നെ ഒത്തിരി മോൾഡ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ഒരു സമയത്ത്
സെമിനാരി ആ കാലഘട്ടത്തിലായിരുന്ന സമയത്ത് ഒരു 1 ഇയറിന് മുൻപേ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കയറുന്ന ഒരു മീറ്റിങ്ങിനകത്തെ ഒരു ദേവദാസ് എന്നോട് ഇങ്ങനെ ആലോചന പറയാണ്, മോളെ നീ 11 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് നിനക്കുള്ള സമയത്ത്, 7 വയസ്സ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുക, 7 വയസ്സുള്ള സമയത്ത് നീ ഒരു ദൈവിക നിയോഗം അല്ലെങ്കിൽ ഒരു കാര്യം നിന്നെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു എന്ന ഒരു ആലോചന ഇങ്ങനെ പറയാം. എനിക്ക് അന്നേരം ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഞാൻ ആ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് സിസ്റ്റർ അന്ന കണ്ടത്തിൽ ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ വന്നൊരാഗ്രഹം, എനിക്കും ഇതുപോലെ ആകണം അല്ലെങ്കിൽ എനിക്കും ഇതുപോലെ പ്രസംഗിക്കണം എന്നൊരു ആഗ്രഹം വന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല, അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഒന്നുമില്ല. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം ഞാൻ ആ ഒരു 7 വയസ്സ് ഉള്ള ആ പ്രായവും പിന്നെ ഞാൻ ആ കേൾക്കുന്ന ദൂതെന്ന് പറഞ്ഞാൽ എൻ്റെ 27-28 വയസ്സിലാണ്. ഇപ്പം എനിക്ക് 29 ഇയേഴ്സ്, 1 ഇയർ മുമ്പാണ് ഇത്രയും നീണ്ട വർഷങ്ങൾക്കിപ്പുറം ഒരു ദേവദാസൻ ആ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത ആ ഒരു കാര്യം ആലോചന പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഒരുവനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് എനിക്കത് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെക്കുറിച്ചൊരു പദ്ധതി കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞ ആ ഒരു ചെറിയ കാര്യമാണ്. അല്ലെങ്കിൽ ഞാനത് പേരൻസിനോട് മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്യാൻ, ഞാൻ എൻ്റെ ചർച്ചിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാനും അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനും ചെറിയ പ്രെയർ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി അവസരങ്ങൾ എൻ്റെ ബിഫോർ മാരേജ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മറ്റുള്ളവർ എന്താ പറയുക അതിനെ ഒരു വലിയ ഒരു ഇതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ആ ദൈവിക ആലോചന കേട്ടപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ആ പദ്ധതി, എൻ്റെ ദൈവത്തിൻ്റെ ആ മഹത്വം എത്ര വലിയതാണെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണോ സങ്കടമാണോ, കർത്താവിന് എന്നെക്കുറിച്ച് ഇത്രയും വിചാരമുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അത് എത്ര ശ്രേഷ്ഠമാണ്, എത്ര ഉന്നതമാണ്. ആ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന വെറുതെ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നിയ ആഗ്രഹം ഈ വർഷങ്ങൾക്കിപ്പുറം ഒരു 27 വയസ്സിൽ ഞാൻ അത് കേൾക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് എത്രമാത്രം കൺസേൺ ഉണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ശൂന്യതയായിരിക്കാം, നിന്നയായിരിക്കാം, തോൽവിയായിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ദൈവമാ, നിങ്ങൾക്ക് പേരിട്ട ദൈവമാ, നിങ്ങളെ തെരഞ്ഞെടുത്ത ദൈവമാ, നിങ്ങൾ എന്താകണമെന്ന് സെലക്ട് ചെയ്ത ദൈവമാ, നിങ്ങളുടെ മേലെ ആ നിയോഗത്തെ പകർന്ന ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ, എത്ര കഷ്ടത വന്നാലും നിങ്ങളുടെ ബലഹീനതകളോ നിങ്ങളുടെ ശൂന്യതകളോ നിങ്ങളുടെ പരിമിതികളോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. അത്രമാത്രം ദൈവത്തിന് നമ്മളെപ്പറ്റി കൺസേൺ ഉണ്ട്, അത്രമാത്രം ഫേവറുണ്ട്. അതിൻ്റെ ആഴത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. അതുകൊണ്ട് നിങ്ങൾ കേട്ട വാക്തത്വങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്ട്രൈക്ക് ചെയ്ത കുഞ്ഞാഗ്രഹങ്ങളെയും അത് വരെ ദൈവം അതിനെ വലുതായി കാണുവാൻ, വലുതായി കണ്ട് അതിനേക്ക് നമ്മളെ നയിക്കുവാൻ ദൈവം വിശ്വസ്തനാ. എത്രമാത്രം ദൈവത്തിൻ്റെ ഫേവർ ഉണ്ട് നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന ഓരോ കഷ്ടതയും ഓരോ വേദനയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിന് വേണ്ടി നിങ്ങൾ കണ്ട ഓരോ കുഞ്ഞാഗ്രഹങ്ങളെയും സാധ്യമാക്കി തരുന്നൊരു ദിവസമുണ്ട്. നിങ്ങളെ ഈ കഷ്ടതയ്ക്കകത്തൂടെ ദൈവം അതിലേക്ക് നയിക്കുന്നത്, നിങ്ങളെ അതിനെ മോൾഡ് ചെയ്യുക. ഈ കഷ്ടതയ്ക്കകത്തൂടെ ദൈവിക ആ കുഞ്ഞു പ്രായത്തിൽ കണ്ട അല്ലെങ്കിൽ ആ ദൈവിക നിയോഗത്തിലേക്ക് ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് ഈ കഷ്ടതയും വേദനയും കണ്ട് ഭാരപ്പെടാനല്ല, കുഞ്ഞു പ്രായത്തിൽ കേട്ട വാക്തത്വങ്ങളും ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തതൊക്കെ ദൈവസന്നിധി ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു വലിയ വൻ മഹത്വമായി, വലിയ മിറക്കിളായി, വലിയ നിയോഗമായി ഇതിനെ മാറും. വലിയ ഒരു മഹത്വമായി, ദൈവിക മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുന്ന ഒരു ടൈം പീരീഡാണ്, ഒരു കാലഘട്ടം. ഈ അന്ത്യ കാലഘട്ടത്തിൽ ദൈവത്തിന് ഒത്തിരി പേരെ ആവശ്യമുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി വീറോടെ നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങളെ, ഒരുപാട് യൗവനക്കാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടത വരുമ്പോൾ പതറിപ്പോകാനോ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല, ആ നിയോഗത്തിലേക്ക് അടുക്കാൻ ദൈവനെ പണിയുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിയോഗത്തിലേക്ക് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ, അങ്ങനെ ഒരു ദിവസങ്ങളാക്കി ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിനകത്തൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കുഞ്ഞ് ടെസ്റ്റിമണി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്യട്ടെ, ബ്ലെസ്ഡ് ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലതും ദൈവ മഹത്വമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.